ഹലോ എവരിവൺ, ഞാൻ നിങ്ങൾക്കായി കുറച്ച് മോട്ടിവേഷൻസ്, അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട, എപ്പോഴും ചിന്തിക്കേണ്ട കുറച്ച് മോട്ടിവേഷൻസ് ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുകളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ, അതായത് നമ്മൾ പിന്തിരിഞ്ഞ് ഓടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായിറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. ഓക്കെ, ഫസ്റ്റ് മോട്ടിവേഷനാണിത്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങളെപ്പറ്റി മറ്റൊരാൾക്ക് എന്നു മുതൽ തമാശയായിരിക്കും. അതാണ് രണ്ടാമത്തേത്. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയൂ. സത്യമാവുന്നതുവരെ മറ്റുള്ളവർക്കതൊരു തമാശയായിരിക്കും. അടുത്തത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ഒരു ജോലി ചെയ്യുന്നത് നമുക്ക് അമിതമായ ചിന്ത, ഓവർ തിങ്കിങ്, അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ രൂപപ്പെടുത്തും. അത് നമുക്ക് നല്ലതല്ല. അടുത്തത്, ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു മോമെന്റ് വരും. അതിനെ നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കും, അല്ലേ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും എല്ലാം നേടുന്നത്. പക്ഷേ ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയും അത് നമ്മളെ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയതാണെന്ന്. നമുക്കല്ലേ അറിയൂ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നത്. അടുത്തതാണ്, ഒരുപാട് തോറ്റവൻ്റെ വിജയം അതൊരിക്കലും ചെറുതായിരിക്കില്ല, അല്ലേ? കാരണം ഒരുപാട് തോറ്റുപോയവന് ഒരുപാട് വിജയത്തിന് ഒരുപാട് വലിപ്പം തോന്നും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരുപാട് തോറ്റവന് വിജയം എന്നത് ചെറുതായിരിക്കില്ല. ഒരുപാട് വലിയ വിജയത്തിന് വേണ്ടിയായിരിക്കും അവൻ ഒരുപാട് തോറ്റുപോയതെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളെ ജീവിതത്തിലും നമ്മളെ ചുറ്റുപാടുകളിലും നമുക്കറിയാം നമ്മളെപ്പറ്റി പലതും ചിന്തിക്കുന്നവരുണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു അതാണ് ഏറ്റവും പ്രാധാന്യം. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാം. നിങ്ങൾ 2 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. രണ്ടാമത്തേത്, ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. എല്ലാവർക്കും എൻ്റെ ഈ മോട്ടിവേഷൻ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല മോട്ടിവേഷൻസും നല്ല നല്ല അറിവുകളെക്കുറിച്ചുമുള്ള വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതാണ്. നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.